ഒരാണ് ഒരു പെണ്ണിനെ സ്നേഹിക്കുക എന്നത് അതൊരു പ്രകൃതിയുടെ തേട്ടമാണ്. ഇരുമ്പ് കാന്തത്തിലേക്ക് അടുക്കും പോലെയുള്ളൊരു മാനസികാവസ്ഥയാണ്. അതിനെന്തിനാണ് അതിർവരമ്പുകൾ നിശ്ചയിച്ചുകൊണ്ട് ആ വിശാലമായ സ്നേഹത്തിൻ്റെ ലോകത്ത് മതം ഒരു ആചാരത്തിൻ്റെയും നിയമത്തിൻ്റെയും ഒക്കെ കുരുക്കുകൾ തീർക്കുന്നത്? അതുകൊണ്ട് ഈ രണ്ടു വ്യക്തികൾക്കുമുള്ള ഗുണമെന്താണ്? സമൂഹത്തിനുള്ള ഗുണമെന്താണ്? ആ മതിൽക്കെട്ടുകൾ പൊളിച്ചെറിഞ്ഞുകൊണ്ടുള്ള പാറിപ്പറക്കും പറവകളായി ആഘോഷപൂർവ്വം ജീവിക്കലല്ലേ നല്ലത് എന്ന ഒരു ന്യൂ ജനറേഷൻ ക്വസ്റ്റ്യനാണ് ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ചോദ്യം. നമ്മുടെ ഈ ചോദ്യം വിശകലനം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഈ വിഷയത്തിലേക്ക് നല്ലൊരു പ്രവേശിക്കാൻ നമുക്ക് ലഭിക്കും. വിവാഹിതരല്ലാത്ത ഒരാണും പെണ്ണും തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊന്നും തോന്നൂല. എന്നാൽ ഇതേ സമയം അവിടെ മാത്രമല്ല ഫ്രണ്ട്ഷിപ്പ് നടക്കുന്നത്. നല്ലൊരു കുടുംബിനിയായിട്ട് ഒരു സ്ത്രീ കഴിഞ്ഞു കൂടുമ്പോൾ കുട്ടികളും മക്കളും ഭർത്താവും ഒക്കെ ഉള്ള ഒരു സ്ത്രീയുമായിട്ട് പുറത്തുനിന്ന് ഒരാൾക്ക് വന്നിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ തടസ്സം. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? നമ്മളൊരു വിവാഹത്തിന് മുമ്പുള്ള ആണിനും പെണ്ണിനെ ഫ്രണ്ട്ഷിപ്പ് പറ്റുള്ളൂ എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ ഫ്രണ്ട്ഷിപ്പ് അല്ല പ്രശ്നം. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും തൻ്റെ പ്രായത്തിലൊരു പെൺകുട്ടിക്ക് തൻ്റെ പ്രായത്തിലൊരു പെൺകുട്ടിയോടാവാം, ഒരു ആൺകുട്ടിക്ക് ഒരു ആൺകുട്ടിയോടാകാം. ആ ഫ്രണ്ട്ഷിപ്പ് ഏറ്റവും പ്രോത്സാഹനകരവും പുണ്യകരവുമായി തന്നെയാണ് പഠിപ്പിക്കപ്പെടുന്നത്. നല്ല സുഹൃത്തുക്കൾ ഏറ്റവും നല്ല വഴിയിലേക്കും നന്മയിലേക്കും നമ്മളെ നയിക്കുന്നതാണ്. പക്ഷെ ആണ് പെണ്ണ് എന്ന് പറയുമ്പോൾ അവിടെ ജീവശാസ്ത്രപരമായ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അടുപ്പം എന്ന് പറയുമ്പോൾ ആ അടുപ്പങ്ങൾക്കുള്ളിൽ ഒരു സ്ത്രീ പുരുഷൻ എന്ന നിലക്കുള്ളൊരു അന്തരം ജീവശാസ്ത്രപരമായി പ്രകൃതിയിൽ എല്ലാ ജീവജാലങ്ങളെപ്പോലെയുമുള്ള ഒരടുപ്പത്തിൻ്റെ വശം അതിലുണ്ട്. ആ വശമില്ലാതെ ആർക്കെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പറ്റൂ? സ്വാഭാവികമായും ഈ ഫ്രണ്ട്ഷിപ്പ് വളർന്ന് വളർന്ന് വന്ന അവസാനം എന്ത് ചെയ്യും? ഒരാണ് പെണ്ണിന് അടുത്ത് ഇടപഴകാൻ അവസരം കിട്ടുമ്പോൾ അത് അവിഹിതമായ ബന്ധങ്ങളിലേക്കും ശാരീരിക ബന്ധങ്ങളിലേക്കും വളർന്നു വരും. അതിന് വലിയ അന്വേഷണങ്ങളൊന്നും വേണ്ട. അതുകൊണ്ടാണല്ലോ പിന്നീട് ഇവർ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. ഈ ഫ്രണ്ട്ഷിപ്പ് അവസാനം വിവാഹത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ആണും പെണ്ണും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും ഇത്തരം ഒരു പരിണിതിയിലേക്ക് എത്താതെ അവസാനിക്കാത്തത് അതിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഒരു പെണ്ണിനോട് ആണിന് തോന്നുന്ന സ്നേഹം, ആണിന് പെണ്ണിനോട് തോന്നുന്ന സ്നേഹം, അത് സ്വാഭാവികമായും ജീവശാസ്ത്രപരമായിട്ടുള്ളൊരു ബന്ധമാണ്. അതിൻ്റെ ആത്യന്തികമായ താല്പര്യം ശാരീരികമായ വൈകാരികമായ ബന്ധങ്ങൾ സാക്ഷാത്കരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രേമത്തിൻ്റെ ദുരന്തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയും അഫെയർ ആയിട്ട് എത്ര കാലം അവർ മുന്നോട്ട് പോയാലും ഒരു പക്ഷേ അവർക്ക് അഫെയർ നിലക്കൊരു ജീവിതം സാധ്യമാകും. പക്ഷെ വിവാഹത്തിലേക്ക് ഇത് പരിവർത്തിപ്പിക്കപ്പെടുന്നതോടുകൂടെ അത് പ്രശ്നമായി വരാൻ കാരണം ഒരു സമയത്തുള്ള അല്ലെങ്കിൽ ഒരു ദിവസത്തിലുള്ള ഒരു ശാരീരിക ബന്ധമാണ് പ്രകൃതിയിൽ ഈ സ്നേഹത്തിന്റെ സാക്ഷാത്കാരം. അത് നടക്കണോട് കൂടെ എന്ത് ചെയ്തു? അവരുടെ ബന്ധത്തിന്റെ പൂർണ്ണത പ്രാപിച്ചു. പിന്നെ ഇവർക്കൊന്നും ജീവിക്കേണ്ട ആവശ്യമില്ല. കാരണം അവർ ഈ ഒരു താല്പര്യത്തിന് അപ്പുറത്തേക്കുള്ള മറ്റൊന്നിനെ കുറിച്ചും അഫെയർ ആകുമ്പോൾ ചിന്തിച്ചിട്ടില്ല. ചിലപ്പോൾ പിന്നീട് ചിന്തിച്ചിട്ടുണ്ടാവാം. പക്ഷെ തുടക്കത്തിൽ അതിലേക്ക് എത്തുന്നത് തികച്ചും ഈ ശാരീരികവും മാനസികവുമായ അടുപ്പങ്ങളാണ്. അതുകൊണ്ട് ഇതിനെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പേരിട്ടുകൊണ്ട് ഒരു തിന്മയെ തൽക്കാലം അത് പ്രവർത്തിക്കുന്നവർക്ക് ഒരു കുറ്റബോധമില്ലായിരിക്കാൻ ഒരു ന്യായം മാത്രമാണത്. പക്ഷെ അതിൻ്റെ പരിണിതികളും അതിൻ്റെ കാര്യങ്ങളും വിശകലനം ചെയ്യുമ്പോൾ അത് ഗുരുതരമായ ഒരു അപകടത്തിലേക്കുള്ള വഴിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. രണ്ട് വ്യക്തികൾക്കും അതുകൊണ്ട് ഒരുപാട് അപകടങ്ങളും പ്രതിസന്ധികളും വരാനുണ്ട്. അവർ കാണുന്നത് അവരുടെ പ്രായത്തിൻ്റെ വലുപ്പത്തിലും അവരുടെ ജീവിതത്തിൻ്റെ തലത്തിലും മാത്രമാണ്. അതിൻ്റെ അപ്പുറത്ത് വരും ദിവസങ്ങളിൽ അവർ കാണേണ്ട കുറേ കാഴ്ചകൾ എത്തുമ്പോഴായിരിക്കും ഇത് ദുരന്തങ്ങളിൽ എത്തിപ്പെടുക എന്നതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായി നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത്. പീസ് റേഡിയോ സ്നേഹക്കൂട് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത്. ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളുമുണ്ടാവാനിടയില്ല. എന്നാൽ സങ്കടങ്ങൾ പങ്കുവയ്ക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലുമുണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും. നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം. സങ്കടങ്ങൾ പങ്കുവയ്ക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും. പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം. വിഷമിക്കേണ്ട, പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമന്റ് ചെയ്യൂ.